നമസ്കാരം. എൻ്റെ പേര് സുധീർ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്ടായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല. UDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മുഖ്യമായിട്ടുള്ളത് സ്ത്രീകൾക്ക് KSRTC ബസ് സൗജന്യ യാത്ര ആണ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നടപ്പിൽ വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭരണത്തിൽ കയറിയിട്ട് ഇത്രയും ദിവസമായി, ഇതുവരെ KSRTC ബസ്സിൽ ആർക്കും സൗജന്യ യാത്ര കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കാൻ പോകുന്നത് ഓർഡിനറി ബസ്സിൽ ഫ്രീ ആക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നടക്കുമോ ഇല്ലയോ എന്ന് വളരെ മുമ്പ് പറയാമെന്ന് കഴിയാത്തൊരവസ്ഥയുള്ളത്. കാരണം പറയുന്നത് UDF ആണ്. UDF പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യൂല എന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത കാര്യമാണ്. അവരിതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതൊന്നും ഇതുവരെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും? നമ്മളെ നാട്ടിലുള്ള ജനങ്ങൾക്ക് എന്ത് കിട്ടാനില്ല? സൗജന്യ യാത്ര കിട്ടാൻ സാധ്യതയില്ല. ഞാനൊരു പെരുമണ്ണക്കാരനാണ്, കോഴിക്കോട് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാനുണ്ടായിരുന്ന കാരണം എന്താണെന്നറിയോ? ഞങ്ങളെ നാട്ടിൽ KSRTC ബസ്സിലില്ല. ഉണ്ടായിരുന്നു, ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. ഈ KSRTC ബസ് എന്ത് ചെയ്തു? UDF ഭരണം, പഞ്ചായത്തിൽ ഭരണം UDFൻ്റെത് വന്നതോടുകൂടി അത് നിർത്തലാക്കിയെന്ന് പറഞ്ഞ് നഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ നിർത്തലാക്കിയിട്ടുള്ളത്. ശരി, നഷ്ടമായിരിക്കാം, അതുകൊണ്ട് നിർത്തലാക്കിയതൊന്നും പരാതിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിലും കുറേ സ്ത്രീകൾ താമസിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എന്ത് കിട്ടണം? നമുക്ക് സൗജന്യ യാത്ര കിട്ടണ്ടേ? കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ബസ് KSRTC നമ്മളെ നാട്ടിൽ കൂടെ ഓടണം. ലൈൻ ബസ്സായിട്ട് പെരുമണ്ണയിൽ നിന്ന് ആരംഭിക്കുന്നത് പൂവാട്ടുപറമ്പ് മെഡിക്കൽ കോളേജ് വഴി ലൈൻ ബസ്സായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഓർഡിനറി ആയിട്ട് പോകുന്നത് പെരുമണ്ണയിൽ നിന്ന് ആരംഭിക്കുന്നത് എന്താ പറയുക, പന്തീരങ്കാവ് മാങ്കാവ് വഴി അങ്ങനെ പോകുന്നുണ്ട്. അതല്ലാതെ ലാഭകരമായിട്ട് ഓടിക്കാവുന്ന വഴി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പന്തീരങ്കാവ് ബൈപ്പാസ് വഴി എവിടേക്ക് വേണമെങ്കിലും ഓടിക്കാൻ കഴിയും, പെരുമണ്ണയിൽ നിന്ന് വരുന്ന ബസ്. പക്ഷേ ബസ് ഇല്ലാതെ ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് കിട്ടൂല. ഗ്രാമവണ്ടി ഉള്ളതാണെങ്കിൽ അവർ നിർത്തുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി UDF എന്ത് ചെയ്യണം? 1-2 ബസ്സെങ്കിലും അനുവദിച്ച് തരുന്നൊരു അവസ്ഥ ഉണ്ടാക്കി തരണം. പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ പല ബസ്സുകളുടെയും പെർമിറ്റ് കൊടുത്തിട്ടുള്ളത് കുറിഞ്ഞോടത്ത് പാലത്ത് നിന്ന് ആരംഭിക്കുന്നതായിട്ടാണ്. കുറിഞ്ഞോടത്ത് പാലത്ത് നിന്ന് ആരംഭിക്കുന്ന പെർമിറ്റ് വെച്ചുകൊണ്ട് പൂവാട്ടുപറമ്പ് കോട്ടയത്താഴം പെരുമണ്ണയ്ക്കാണ് ബസ് പോകുന്നത്. അതുപോലെ തന്നെ വരുന്നത് ലൈൻ ബസ്സിൻ്റെ പെർമിറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ സിറ്റി വണ്ടീൻ്റെ പെർമിറ്റ് നേരിട്ടിട്ട് പെരുമണ്ണയിൽ നിന്ന് കുറിഞ്ഞോടത്ത് പാലം അവസാനിക്കുന്നതുണ്ട്. ഇത് ആരും പരിശോധിക്കുന്നുമില്ല, ഞങ്ങൾക്കിട്ട് ലഭിക്കുന്നതുമില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ നാട്ടിലേക്ക് KSRTC അനുവദിച്ച് തരികയും അതുപോലെ തന്നെ ഉള്ള പെർമിറ്റുകൾ പ്രൈവറ്റ് ബസ്സാണെങ്കിലും അത് കുറിഞ്ഞോടത്ത് പാലം പെർമിറ്റുള്ള ബസ്സുകൾ കുറിഞ്ഞോടത്ത് പാലത്ത് തന്നെ ഓടിക്കാൻ വേണ്ടി തയ്യാറാവണം.